ഹായ് ഹലോ SRP ദി മല്ലുവിന്റെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ചായിരുന്നു. 6 പേര് അതിനകത്ത് ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉൾപ്പെട്ടിരുന്ന ആൾക്കാർ അനീഷ്, ശാരിക KB, ഓനിൽ, റെന ഫാത്തിമ, രേണു സുധി, കലാഭവൻ സരിക. അപ്പൊ ഞാനൊരു പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മിഡ് വീക്ക് എവിക്ഷൻ 3 ദിവസമാണ്, ചൊവ്വ ബുധൻ വ്യാഴം. ഈ 3 ദിവസത്തിനുള്ളിൽ 2 പേര് പുറത്താവും എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഈ വരും ദിവസങ്ങളിലെ ടാസ്ക് അനുസരിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന 3 പേര് കലാഭവൻ സരിക, ഒനീൽ ഓർ റെന ഫാത്തിമ. അപ്പോൾ കലാഭവൻ സരിക എനിക്ക് ഏകദേശം 99% ഷുവർ ആണ്. ബാക്കി 2 പേരും 50-50% ആണ്. ഓക്കെ, ഇനി എന്തായാലും നോക്കാം. രേണു സുധിയാണ് ഇതിന് പുറത്താവാൻ ഏറ്റവും അർഹ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പോ പറയാൻ പോകുന്നത് അതിനെ കുറിച്ചില്ല, വീക്കെൻഡ് എവിക്ഷൻ ആണ്. അപ്പൊ ഈ 6 പേര് ഒഴികെ ബാക്കിയുള്ളവരിൽ നിന്നാണ് വീക്കെൻഡ് എവിക്ഷൻ നടക്കുന്നത്. അപ്പൊ അവരെ പലരും നോമിനേറ്റ് ചെയ്തു. പലരും നോമിനേറ്റ് ചെയ്തത് ചിലർ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് നോമിനേറ്റ് ചെയ്തവരുണ്ട്, വളരെ ജെന്യൂൻ ആയിട്ട് നോമിനേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അനുമോളെയൊക്കെ നോമിനേറ്റ് ചെയ്ത സമയത്ത് ശാരിക KB ഒക്കെ പറഞ്ഞത് വളരെ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം അനുമോൾ ഒരു ഫേക്ക് ആയിട്ട് ഒരു കളിചിരിയായിട്ടാണ് നിങ്ങൾ ഒട്ടും സീരിയസ് ആയിട്ട് കാണുന്നില്ല ബിഗ് ബോസിന്. അതായത് അതൊരു ഉദാഹരണം പറയാം. തൊട്ട് മുമ്പ് നടന്ന ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ടായിരുന്നു, ഈ മിഡ് വീക്ക് എവിക്ഷൻ. അപ്പൊ അതിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതിനകത്ത് മാർക്ക് ചെയ്യുമ്പോൾ ആരുടെ പേരാണോ മാർക്ക് ചെയ്യുന്നത് അവരുടെ പേര് ഉച്ചത്തിൽ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വീണ്ടും വീണ്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കേൾക്കുന്നവർക്ക് അറിയാലോ, അവിടെ ഇത്ര കുറച്ച് പേരല്ലേ ഉള്ളൂ, അവിടെ ആ ഒരു സൗണ്ട് അല്ലേ ഉള്ളൂ, വേറെ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ബിഗ് ബോസ് പറയുന്നത് എല്ലാവരും പലതവണ പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അനുമോൾ വന്ന് പറഞ്ഞ സമയത്ത് ആ പേര് വ്യക്തമായിട്ട് വിളിച്ച് പറഞ്ഞില്ല. അപ്പൊ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു. ലാസ്റ്റ് പേരും ഉറച്ചു പറഞ്ഞില്ല, വളരെ പതുക്കെയാണ് പറഞ്ഞിട്ട് മാർക്കിട്ട് പോയത്. അപ്പോ തിരിച്ചു പോകുന്ന വഴിയിൽ ആരോ പറഞ്ഞു ആ പേര് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയില്ലേ പോവാൻ പറ, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പുച്ഛഭാവം അനുമോള മുഖത്ത് ഞാൻ എടുത്തു കണ്ടതാണ്. ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പൊ അനുമോള ഭാഗത്ത് ആ ഒരു പുച്ഛഭാവം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് പോവാൻ പറ എന്നുള്ള ഒരു ഭാവം അത് പലപ്പോഴും കാണിക്കുന്നുണ്ട് അനുമോൾക്ക് ഒരു സീരിയസ്നെസ് അവിടെ ഇല്ല. അവിടെ നിൽക്കാൻ യോഗ്യയാണോ എന്ന് ഡൗട്ടാണ്. യോഗ്യ ഒട്ടും ഇല്ലാത്തന്നെ. പക്ഷെ പുറത്താവൂല. കാര്യം അവരൊക്കെ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നാൾക്ക് ഉണ്ടാവും. ഒരിക്കലും ടോപ്പ് 5 ഒരിക്കലും പോകില്ല. അതിന് മുന്നൊക്കെ ഉറപ്പായിട്ട് പുറത്താവും, എടുത്ത് കളയും, പ്രേക്ഷകരെ എടുത്ത് കളയും, ഇല്ലെങ്കിൽ ബിഗ് ബോസ് എടുത്ത് കളയും, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വീക്കെൻഡ് എവിക്ഷനിൽ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഷാനവാസ് ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും ആദ്യം പറഞ്ഞു ഷാനവാസിന് ഒരു എവിക്ഷൻ ഫ്രീ ക്യാപ്റ്റൻ അല്ല. ഷാനവാസ് നോമിനേഷൻ ഫ്രീ ക്യാപ്റ്റൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, എവിക്ഷൻ അല്ല, നോമിനേഷൻ ഫ്രീ ക്യാപ്റ്റൻ അല്ല. ഷാനവാസ് എവിക്ഷനിലോട്ട് വരും എന്നുള്ളത് ആദ്യമേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരൊരു ഭാഗ്യത്തിന് പണിപ്പെട്ടി എന്നുള്ള ടാസ്ക് ചെയ്തു. അപ്പൊ ആ ടാസ്കിന്റെ ബേസിൽ അക്ബറും ഷാനവാസും ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. വീക്കെൻഡ് എവിക്ഷന്റെ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരാരും ഇനി നോമിനേറ്റ് ചെയ്യേണ്ട കാര്യം, അവർ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവർ എല്ലാവരും പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയിരിക്കുന്നത്, വോട്ട് കിട്ടിയിരിക്കുന്നത് ശൈത്യക്കാണ്. 6 വോട്ടുകളാണ് ശൈത്യക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശൈത്യ എന്തായാലും ഈ വീക്കെൻഡ് എവിക്ഷനിൽ പുറത്താവുന്നവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ശൈത്യയായിരിക്കും. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഒരാൾ ശൈത്യയായിരിക്കും. ഇതും ഞാൻ എന്റെ പ്രൊഡിക്ഷൻ, ഇത് ഞാൻ 100% ഉറപ്പിച്ചു തരുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ ശൈത്യ പോകും എന്നാണ് വിചാരിച്ചിരുന്നത്. ശൈത്യ അല്ലെങ്കിൽ രഞ്ജിത്ത് പോകുന്ന ഞാനൊരു പ്രൊഡിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് പോയി. പക്ഷെ ഞാൻ ശൈത്യക്കാർക്ക് മെജോറിറ്റി ചാൻസ് കൊടുത്തിരുന്നത്. ഇത്തവണ അത് എന്തായാലും തെറ്റൂല. കാരണം ശൈത്യയെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ശൈത്യയെക്കുറിച്ച് ഡോക്ടർ ബിന്നി വന്നിട്ട് ശൈത്യയെക്കുറിച്ച് നോമിനേറ്റ് ചെയ്യുമ്പോൾ ബിഗ് ബോസിനോട് കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ശൈത്യ ഇപ്പം എത്ര തണുപ്പം മട്ടാണ്, പക്ഷെ ആക്റ്റീവ് ആവണം വേണ്ടിയിട്ട് കളിക്കുന്നത്, ആക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഫേക്ക് കളി. അതായത് ഞാൻ വഴക്കടിക്കുന്നുണ്ട്, ശൈത്യയുടെ വിചാരം വഴക്കടിക്കുന്നതാണ് ബിഗ് ബോസ് എന്ന്. ഈ രേണുസുധിയുടെ വിചാരം അതുപോലെയാണ്, വഴക്കടിക്കുന്നതാണ് ബിഗ് ബോസ്. വഴക്കടിച്ചാൽ ഓക്കെ. അപ്പൊ ശൈത്യ തന്നെ പറയും കുറച്ചു മുമ്പുള്ള ഈ മിഡ് വീക്ക് എവിക്ഷനിൽ അവരെ കുറിച്ച് പറയാനുള്ള കുറച്ച് സമയം ബിഗ് ബോസ് കൊടുക്കും. ഞങ്ങളെ എവിക്ഷനിൽ ഉൾപ്പെടുത്തരുത്, അതിനുള്ള റീസൺ പറയൂ, എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കാൻ യോഗ്യരാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പേർ. അപ്പൊ അതിൽ തന്നെ ശൈത്യം എന്ന് പറയുന്നത് ഈ കുറച്ചു മുമ്പുള്ള ആ ഒരു ടാസ്കിനകത്ത് എനിക്ക് ഇന്ന സ്ഥാനം വേണമെന്ന് ഞാൻ അവിടെ വഴക്കടിച്ചാണ് മേടിച്ചത്, എനിക്കത് വേണമെന്ന്. അല്ലെങ്കിൽ ലാലേട്ട വന്ന് ചോദിക്കും ഇയാൾ അതിന് ലാസ്റ്റ് നിന്നിരുന്നത്, ഇയാളെന്ത് ലാസ്റ്റ് ആയി പോയെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ വഴക്കടിച്ച് തന്നെയാണ് മേടിച്ചത്, ഞാനിപ്പോ വഴക്കടിക്കുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ ഒരു വിചാരം എന്ന് വെച്ചാൽ വഴക്കടിക്കുന്നതാണ് ബിഗ് ബോസ്. അവിടെ ഒരു മൈൻഡ് ഗെയിം ഉണ്ട്, അതിനകത്ത് ഇമോഷൻസ് വെച്ചല്ല കളിക്കാനുള്ള, അതിനകത്ത് ഗെയിം ഉണ്ട്. അതൊരു ഫേക്ക് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. വളരെ ഇന്റലിജന്റ് ആയിട്ട് അവിടെ കളിക്കുന്ന ആൾക്കാർ പലരും നോമിനേഷൻ റൂമിലൊക്കെ ചെന്നിരുന്നിട്ട് 2 പേരെ പേര് പറയുമ്പോൾ ഒരാൾ ആലോചിക്കുന്നു. നമ്മുടെ നെവിൻ ആണെങ്കിൽ പോയിട്ട് കുറച്ചു പേര് ആലോചിച്ച് ബിഗ് ബോസ് ആ നോമിനേഷനിലുള്ളവരുടെ പേര് ഒന്നുകൂടെ ഒന്ന് പറയാമോ എന്ന് പറയുന്നുണ്ട്. അതാണ് പറഞ്ഞ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള, ഈവൻ ആര്യൻ വലിയൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, വലിയൊരു ഫിലിം ഇൻഡസ്ട്രി മോഡലിംഗും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വന്ന ഒരാളാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആര്യൻ പോലും വന്നിരുന്നിട്ട്
ഒരു വ്യക്തമായിട്ട് ഒരു ഇതില്ലാതെ ഒരാളുടെ പേര് പറഞ്ഞു, രണ്ടാമത് ഞാൻ അങ്ങനെ ആര് പറയട്ടെന്ന് ആലോചിക്കുന്നു. അവിടേക്കാണ് അനീഷ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ, അദ്ദേഹത്തിന്റെ ഒരു കപ്പാസിറ്റി, ഒരു അദ്ദേഹം പ്ലാൻ ചെയ്തിട്ട് ആരെയൊക്കെ പറയണം, അയാളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. വരുന്നു സ്പോട്ടിൽ ആളെ പറയുന്നു, അതിന്റെ റീസൺ പറയുന്നു, രണ്ടാമത്തെ ആളെ പറയുന്നു, അതിന്റെ റീസൺ പോകുന്നു. അതായിരിക്കണം. അതുപോലെ തന്നെ ജിസേൽ, അങ്ങനെ പലരും വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോയ പല ആൾക്കാരും ഉണ്ട്. അപ്പൊ പലരും ഇതുകൊണ്ട് ആലോചിച്ച് നമ്മൾ അവിടെ ഒരു ഗെയിം കളിക്കാനാണ്. അപ്പൊ ആ ഒരു ഇതൊക്കെ ബിഗ് ബോസ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ മുന്നോട്ടുള്ള പോക്കിനെ വളരെ രീതിയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണെന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇവിടെ ഇരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ ചാനൽ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്കിതൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടാവാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ശൈത്യ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വഴക്കടിച്ചാൽ എല്ലാം ആയി എന്നുള്ളത്. ശൈത്യം ഒന്നും ആയിട്ടില്ല, ഒരു ചേഞ്ച് അവിടെ ഉണ്ടായിട്ടില്ല. കുറച്ച് സൗണ്ട് ഉയർത്തിയിട്ട് കാര്യമില്ല, അവിടെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ശൈത്യാണ് 6 വോട്ടുകളോടുകൂടി ഈ വീക്കെൻഡ് എവിക്ഷനിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന നോമിനേഷനിൽ. അപ്പൊ ശൈത്യ പുറത്താവും എന്നുള്ള കാര്യത്തിൽ 99.9% എനിക്ക് ഉറപ്പാണ്. ബാക്കി കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും 100% ഒരു കാര്യത്തിലും പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്തത് ശരത്താണ്, തൊട്ട് താഴെ 5 വോട്ടുകളോട് വന്നിട്ടുള്ളത്. ശരത് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട്. ശരത്തും അക്ബറും ഒരു ടീമായിട്ടൊക്കെയാണ് അവിടെ കളിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ഇത് എല്ലാ അതിനകത്ത് ഹൗസിനകത്തൊരു ടോക്ക് ഉണ്ട്. ഈവൻ കണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അവരെക്കാളും കൂടുതൽ നമുക്കത് മനസ്സിലാവും. കാരണം നമ്മളല്ലേ ഇവർ പേഴ്സണലായിട്ട് മാറി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും കാണുന്നതൊക്കെ നമ്മളാണ്. അവർ കാണുന്നില്ലോ. അവരൊക്കെ അതിനകത്ത് ഉള്ളവരുടെ കണ്ണിൽ പൊടിയിടാം. ഷാനവാസ് പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് പരസ്പരം കണ്ണിൽ പൊടിയിടാൻ പറ്റും, പക്ഷെ ബിഗ് ബോസിനെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. അത്രയും ക്യാമറയും വെച്ച് മൈക്കും വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഒരിക്കലും പറ്റില്ല. ശരത്ത് ഇതുപോലെ ഭയങ്കരമായിട്ട് ഫേക്ക് കളിയാണ് കളിക്കുന്നത്. ഒരു വളരെ ആവശ്യത്തിന് അനാവശ്യത്തിന് അഗ്രസീവായിട്ടൊക്കെ പറയുന്നുണ്ട്, അഗ്രസീവ് ആവുന്നുണ്ട്. ഈവൻ ശരത്തിനെ നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ അനീഷാണ്. അനീഷ് പറയുന്ന റീസൺ ഇങ്ങനെയാണ്, ശരത് സംസാരിക്കുന്ന വളരെ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ വാക്കുകൾക്കുപരി അദ്ദേഹം പലപ്പോഴും അനീഷിന് ഭയമാണ്, ശാരീരികമായിട്ട് ആക്രമിക്കും, ഒരു ഫിസിക്കൽ ഒരു കയ്യങ്കളിയിലോട്ട് എത്തുമെന്ന് അത്ര രീതിയിൽ അസൾട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ശരത്ത് അനീഷിനെ. അനീഷ് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അനാവശ്യമായിട്ടല്ല പറയുന്ന കാര്യങ്ങൾ ചിലപ്പം റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും ഒരു ഫീൽ ചെയ്യും. അപ്പോ എതിരെ നിൽക്കുന്ന ആൾക്ക് അത് വാക്കുകൊണ്ട് നേടാൻ പറ്റാതെ കയ്യാങ്കളിയിലോട്ട് വരാം. പക്ഷെ ഇതുവരെ ആരും അങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തിട്ടില്ല. മുൻപത്തെ പല സീസണിൽ നമ്മൾ കണ്ടതാണ്, ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പലരും പുറത്തു പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. റോബിൻ, അതുപോലെ തന്നെ ഡോക്ടർ രജിത്ത്, അങ്ങനെയുള്ള പലരും അങ്ങനെ പുറത്തു പോയിട്ടുണ്ട്. ഈവൻ ലാസ്റ്റ് സീസണിലെ റോക്കി എന്ന് പറയുന്ന പുള്ളിക്കാരൻ സിജോയെ അടിച്ചിട്ടാണ് പുറത്തു പോയത് അവിടുന്ന്. അപ്പോൾ അവരുടെ ഒരു നിമിഷത്തേക്ക് അവരുടെ ആംഗ്രി, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ് അവര്. അങ്ങനെയുള്ളവർക്ക് പറ്റിയതല്ല ആ ഷോ എന്നുള്ളതാണ് വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. പക്ഷെ ഇവിടെ ഇതുവരെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് എന്തും സംഭവിക്കാം. എന്തായാലും ഇതുവരെ അങ്ങനെ ഒരു ഫിസിക്കൽ അസാൾട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ അനീഷിന് ആ ഒരു പേടിയുണ്ട്. അപ്പൊ അനീഷിനും ആഗ്രഹം പുള്ളിക്കാരൻ പുറത്തു പോകണം തന്നെയാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് ആ റീസൺ പറഞ്ഞു അനീഷ് ശരത്തിനെ നോമിനേറ്റ് ചെയ്തു. അങ്ങനെ അനീഷിന്റെ ഉൾപ്പെടെ 5 വോട്ടുകൾ നേടി ശരത്താണ് തൊട്ട് താഴെയുള്ളത്. പിന്നെ 4 വോട്ടുകൾ നേടിയത് നെവിൻ, ജിസേൽ, ബിന്നി, അനുമോൾ. ഓക്കെ, അപ്പൊ ഇവർ 4 പേരും നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. പിന്നെ 3 വോട്ടുകൾ നേടിയത് ആദില നൂറയും ആര്യനും ചേർന്നാണ്. അപ്പം ആര്യനും ആദില നൂറ കോംബോ. അപ്പൊ ഇവർക്ക് 3 വോട്ടുകൾ, ഇവരും നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് വോട്ടിട്ട് ജയിപ്പിക്കാനുള്ള അവസരം ഇവരേക്കാണ്. പിന്നെ 2 വോട്ടുകൾ നേടി ബിൻസി. അപ്പം ഇതിനകത്ത് ഉൾപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ നോമിനേഷൻ, അതായത് മിഡ് വീക്ക് എവിക്ഷനിലോ വീക്കെൻഡ് എവിക്ഷനിലോ ഉൾപ്പെടാത്ത ഒരേ ഒരാളെന്ന് അഭിലാഷാണ്. അഭിലാഷ് എനിക്ക് ആദ്യമൊക്കെ കുറച്ച് ഇഷ്ടമില്ലാത്തൊരു പ്ലെയർ ആയിരുന്നു. ഭയങ്കര ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കളിക്കുന്ന ഒരു പ്ലെയറെ പോലെ തോന്നി. ചുമ്മാ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, എനിക്കത് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ ഇന്നലെയും അങ്ങനത്തെ കുറെ എപ്പിസോഡുകൾ, മോഹൻലാൽ വന്ന എപ്പിസോഡിൽ, ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പോലും അദ്ദേഹം ബ്രേക്ക് പറഞ്ഞ സമയത്ത് ഇവരവിടെ അനീഷിനെ ഭയങ്കരമായിട്ട് അനീഷ് നേരെ ദേഷ്യത്തിൽ അടുത്ത് പാഞ്ഞു വന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് തോന്നിപ്പോയി ഇവനെ അടിക്കും, ഇപ്പൊ അനീഷിന്റെ നേരെ ഇവൻ കൈവയ്ക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തു പോയി. പക്ഷെ കൈ വെച്ചിട്ടില്ല, എന്തോ ഭാഗ്യത്തിന് അടിയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് അവർ കൺട്രോൾ ചെയ്യാൻ അറിയാം എന്നുള്ളതും അത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് നിങ്ങളെ പരിപാടി കഴിഞ്ഞ് ഞാൻ തുടങ്ങാം, എന്താണ് അഭിലാഷ കഴിഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ദേഷ്യമുള്ള ഒരാളാണ്. എങ്കിൽ പോലും അഭിലാഷ് ഒരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, കാര്യമായിട്ട് പറയുന്നുണ്ട്. അനാവശ്യ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ദേഷ്യം മാറി വരുന്നുണ്ട്. പുള്ളി നല്ല രീതിയിൽ നല്ലൊരു ഗെയിമറായിട്ട് വരുന്നുണ്ട്, നല്ലൊരു പ്ലെയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു എവിക്ഷൻ ലിസ്റ്റിലും വരാത്തത്. മുന്നോട്ട് അഭിലാഷ് നമുക്ക് ഏറെ പ്രതീക്ഷിക്കാം. ക്യാപ്റ്റൻസി ഒക്കെ അഭിലാഷിൽ വന്നു ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന പ്ലെയേഴ്സിൽ ഏറ്റവും ബെറ്റർ അനീഷിനെ പോലെയൊക്കെ നല്ല രീതിയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അഭിലാഷൊക്കെ ഇൻഡിവിജ്വൽ അല്ലാതെ ആവുന്നുണ്ടെങ്കിൽ അനീഷിനെ അഗേൻസ്റ്റ് നിൽക്കുമ്പോൾ മാത്രമായിരിക്കും ബാക്കിയുള്ളവരെ കൂടെ നിന്ന് ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. നമുക്ക് എളുപ്പമാണ്, കാരണം 6 പേര് ഓൾറെഡി മിഡ് വീക്ക് എവിക്ഷനിലുണ്ട്. ബാക്കി 12 പേര്
ഇത് ഈ എവിക്ഷനിലുണ്ട്, വീക്കെൻഡ് എവിക്ഷനിലുണ്ട്. 18 പേരായി, ആകെ ഒരാൾ സേവ് ആയി. ആ സേവ് ആയ ആളാണ് അഭിലാഷ്. അപ്പോൾ എന്തായാലും ഈ 3 പേരൊക്കെ പോവും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് പുതിയ ആൾക്കാർ വരും എന്ന് പ്രതീക്ഷിക്കാം. ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ഒരു ക്ലൂ ഇല്ല. എന്തായാലും പുതിയ ആൾക്കാർ വന്നാൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. നല്ല എനർജറ്റിക് ആയിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ, അവിടെ ഉള്ളവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയ പ്ലേയേഴ്സ് വരണം എന്നാണ് ആഗ്രഹം. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് വരും എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. തുടർന്നും മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.